ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ പെസ് കളിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. പെസ് മാത്രമല്ല, ഫുട്ബോൾ കളിക്കുന്ന എല്ലാവർക്കും ഇത് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്കറിയാം, നിങ്ങളൊരു പെസ് കളിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയാൻ സാധിക്കും. നമ്മൾ ഒരു പ്ലെയറിൻ്റെ സ്റ്റാറ്റിക്സ് ഒക്കെ നോക്കുന്നത് പല സൈറ്റുകളുണ്ടല്ലേ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ പെസ് മാസ്റ്റർ, അതുപോലെ തന്നെ പെസ് DB എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു വെബ്സൈറ്റുകളാണ്. അപ്പോൾ അതിൽ നമുക്ക് ഓരോ പ്ലെയറിനും ഓരോ കാർഡ് ഉണ്ട്. അവർ ഡിസൈൻ ചെയ്തൊരു കാർഡാണ് അത് നമ്മുടെ പെസ്സിലെ ഡിസൈൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാർഡാണ് അവരും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഐക്കോണിക് കാർഡ് ഉണ്ട്, ലെജൻഡറി കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ ബേസ് കാർഡ് ഉണ്ട്. സോ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഐക്കോണിക് കാർഡ് ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ ഐക്കോണിക് കാർഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഐക്കോണിക് കാർഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ ഐക്കോണിക് കാർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ മമ്മൂക്കായും ലാലേട്ടനും ഉണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ എങ്ങനെ നമ്മുടെ ഫേസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെയുള്ളൊരു ക്വിക്ക് വീഡിയോ ആണ്. നിങ്ങൾ കാർഡൊന്നും ക്രിയേറ്റ് ചെയ്ത് കഷ്ടപ്പെടണ്ട, ഞാൻ ഓൾറെഡി പ്രിസെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് പേരും ഒരു ഫോട്ടോ അങ്ങോട്ട് അതിലെടുത്ത് ഇട്ടാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയുണ്ട്, ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ കട്ട് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ, ഒരു ഇമേജിൽ നിന്ന് ഒരാളെ എങ്ങനെ കട്ട് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അതിനെപ്പറ്റി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കാണണം. ഇതെങ്ങനെ നിങ്ങൾക്ക് 30 സെക്കൻഡിനുള്ളിൽ ഒരാളെ ഒരു ഇമേജിൽ നിന്ന് കട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണായിട്ട് മേലെ വരും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലിങ്ക് കിട്ടും. അതുപോലെ തന്നെ ഈ പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇത് നമ്മൾ ഫോട്ടോഷോപ്പിലാണ് ചെയ്യണത്. നിങ്ങൾ ഏത് വേർഷൻ ആയാലും ഇത് ഓപ്പൺ ആവും. ഞാൻ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ നെയ്മറിൻ്റെ ഒരു PNG ഉണ്ട്, അതുപോലെ തന്നെ റൊണാൾഡോയുടെ ഒരു PNG ഉണ്ട്, മെസ്സിയുടെ ഉണ്ട്, പിന്നെ ഒരു ചെറിയ പയ്യൻ്റെ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തലയൊക്കെ കട്ട് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ ഒരു രീതിയിലാക്കി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ എളുപ്പത്തിന്. സോ നമുക്ക് വീഡിയോക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കാർഡ് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ഉള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ പെസ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ കാണും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് എലമെൻറ്റ്സ് കിട്ടും. ഒരു പയ്യൻ ഫുട്ബോൾ കിഡ്, അതുപോലെ തന്നെ നമ്മുടെ മെസ്സി ഉണ്ട്, നെയ്മർ ഉണ്ട്, അതുപോലെ തന്നെ റൊണാൾഡോയും ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു പ്ലെയിൻ പെസ് കാർഡ് ഉണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഞാനൊരു അഡീഷണലായി തന്നതാണ്. അപ്പോൾ നമുക്ക് എന്താ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ പെസ് കാർഡ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫോട്ടോഷോപ്പിൻ്റെ ഫയലാണ്, PSD ഫയലാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഏത് വേർഷനായാലും സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ വേർഷനിൽ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിനുള്ള ഒരു സൊല്യൂഷനായിട്ട് ഒരു വീഡിയോ വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാനത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി, കണ്ടില്ലേ. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരിക. ഇപ്പം നമുക്ക് ഇവിടെ നമ്മുടെ പൊസിഷൻ ഉണ്ട്, ഇത് കണ്ടില്ലേ, പൊസിഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കാർഡ് ഡിസൈനാണ്. ഇതൊക്കെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു പൊസിഷൻ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ T പ്രസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ടൂള് കാണാം. T പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഏതാണ് എഡിറ്റ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എഡിറ്റിൻ്റെ ഒരു ഓപ്ഷൻ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, \/ ചെയ്തിട്ട് കളഞ്ഞിട്ട് നമുക്ക് ഏത് പൊസിഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് സെൻറ്റർ ഫോർവേഡ് ആണെങ്കിൽ സെൻറ്റർ ഫോർവേഡ് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് റേറ്റിംഗ് എത്ര കൊടുക്കണം, ഇപ്പോൾ നിങ്ങൾക്കൊരു 94 മതി എന്നുണ്ടെങ്കിൽ 94 കൊടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാം എഡിറ്റ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ പോവുക, ഈ മൂവ് ടൂളുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആ സെലക്ഷൻ മാറും. ഓക്കെ, പിന്നെ വീണ്ടും T പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. വീണ്ടും സെലക്ട് ചെയ്യാം. നിങ്ങളുടെ അത് കഴിഞ്ഞാൽ, എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കണ്ട. പിന്നെ അതുപോലെ തന്നെ മൂവ് ടൂളിൻ്റെ ഷോർട്ട് കട്ട് V ആണ്, കണ്ടില്ലേ.
അപ്പോൾ നിങ്ങൾ വി ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷോർട്ട് കട്ട് വർക്കാവില്ല, കാരണം അത് ഓൾറെഡി ഒരു ടെക്സ്റ്റ് ആയിട്ട് മാറും അത്. ഓക്കെ, സോ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഏതെങ്കിലും ഏതെങ്കിലും ടൂൾ പ്രസ് ചെയ്താൽ മതി, കണ്ടില്ലേ? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ ടിക്ക് മാർക്ക് കണ്ട, ആ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാലും മതി, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു പ്രോപ്പർ അലൈൻമെൻ്റ് അല്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ PSD ഫയലിൽ ഗ്രിഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ഓൺ ആക്കണ്ടേന്ന് വെച്ചാൽ നമ്മൾ വ്യൂവിൽ പോയിട്ട് ഷോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ട, ഈ ഷോയിൽ പോയിട്ട് ഈ ഗൈഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ ഗൈഡ് ലൈൻസ് ഒക്കെ വന്നു. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മളെ മാറി കിടക്കുക, സെൻറ്റർ ഫോർവേഡൊക്കെ അങ്ങോട്ട് നീങ്ങിയിരുന്നു. അപ്പോൾ ഈ ഒരു ലൈനിലാണ് നമ്മുടെ സെൻറ്റർ ഫോർവേഡ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ സെൻറ്റർ ഫോർവേഡ് ഒന്ന് നമ്മൾ ഈ പൊസിഷനിൽ പോയിട്ട് പൊസിഷൻ റേറ്റിംഗ് നെയിം ആ ഒരു ഫയലിൽ പോയിട്ട് ഒന്ന് ഡൗൺ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കാണാം നെയിം, നമ്മുടെ റേറ്റിംഗ്, അതുപോലെ തന്നെ പൊസിഷൻ. ഓക്കെ, ആ പൊസിഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മൂവ് ടൂൾ അല്ലെങ്കിൽ നമ്മുടെ ഏറോ മാർക്ക് വെച്ച് പയ്യെ ഇങ്ങനെ നീക്കിയാൽ മതി. ഇത്തിരി വേഗത്തിലാണെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് നീക്കി കഴിഞ്ഞാൽ പെട്ടെന്നാവും. കണ്ടില്ലേ, അവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ 94 പ്രസ് ചെയ്യുക, അവിടെ ഒന്ന് അലൈൻ ചെയ്ത് വെക്കുക. കണ്ട, അലൈനായി. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെയും നിങ്ങളുടെ റേറ്റിംഗ് കൊടുക്കുക. ഇപ്പോൾ ഒരു 85. കണ്ടില്ലേ, ഇതിപ്പോൾ അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ അലൈൻ ചെയ്യുക. ഇനിയിപ്പോൾ ഈ ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് എല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഫൈനൽ അതിൻ്റെ ഔട്ട്പുട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഗൈഡ് ലൈൻസ് ഓഫ് ചെയ്യാം, വ്യൂവിൽ തന്നെ പോവുക, ഷോയിൽ പോവുക. ഈ ഗൈഡ്സ് എന്നുള്ളത് ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗൈഡ്സ് പോവും. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഇമേജ് ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. കാർഡാകുമ്പോൾ അതിലൊരാൾ വേണമല്ലോ. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് കട്ട് ചെയ്തിട്ട് ഇതിൽ പ്ലേസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഇമേജ് അങ്ങനെ ചെയ്യണമെങ്കിൽ കട്ട് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ടൊരു 30 സെക്കൻഡിനുള്ളിൽ തന്നെ ഒരു ഫോട്ടോയിൽ നിന്ന് ഒരാളെ കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഫോട്ടോഷോപ്പ് ഹാക്ക് എന്ന് പറയാം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാം, മേലെ ഈ ബട്ടണിൽ വരും, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി അതിൻ്റെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ മെസ്സി, നെയ്മർ, റൊണാൾഡോ, അതുപോലെ തന്നെ ഒരു പയ്യൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു മെസ്സി ഫാനാണ്, അപ്പോൾ നിങ്ങൾക്ക് മെസ്സിയുടെ തലയുടെ നിങ്ങളുടെ തല വേണമെന്നുണ്ടെങ്കിൽ ഞാനത് കാരണമാണ് 3 പേരും കൊടുത്തത്. 3 ഫാൻസുകാർക്കും വിഷമാവണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സി എത്തി. കണ്ടില്ലേ, ഇതൊന്ന് നമ്മുടെ ഓൾട്ടും ഷിഫ്റ്റും ഹോൾഡ് ചെയ്തിട്ട് ഇതൊന്ന് സ്കെയിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഇത്ര ഒരു പൊസിഷനിൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ടിക്ക് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സെലക്ഷൻ പോയി. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ മെസ്സി ഓവർലേ ആയിട്ടാണ് കിടക്കുന്നത് നമ്മുടെ സ്റ്റാറ്റ്സിൻ്റെ. അത് ബാക്കിലേക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്ലാക്ക് ബാർസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ അടിയിൽ കൊണ്ടിട്ടാൽ മതി. അയ്യോ, ആ ബ്ലാക്ക് ബാർസിൻ്റെ ഉള്ളിൽ കയറി പോയി, അത് വേണ്ട, കൺട്രോൾ സെറ്റ് അടിക്കുന്നുണ്ട് ഞാൻ. അതിൻ്റെ അടിയിലിടണം കേട്ടോ, കണ്ടില്ലേ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ബ്ലൂ ലൈൻ പോയിക്കണണ്ട, അതങ്ങനെ വരരുത്. അതങ്ങനെ മിഡിലൊറ്റ വരെയായിട്ട് വരണം, അപ്പോഴാണ് അതിൻ്റെ സെൻറ്ററിൽ വരല്ലോ. കണ്ടില്ലേ, ബാക്കിയൊക്കെ അതിൻ്റെ പിന്നിലായി. നിങ്ങൾക്ക് ഇവിടെ പിന്നെ പുള്ളിക്കാരൻ്റെ മെസ്സിയുടെ ഫേസിൽ വേറെ ആളുടെ ഫോട്ടോസൊക്കെ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ എല്ലാവരുടെയും ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നെയ്മർ ആയിക്കോട്ടെ, നെയ്മറിന് ഇട്ടാലും നെയ്മർ വരും, അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യാനോന് ഇട്ടാലും ക്രിസ്ത്യാനോയും വരും. അങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പ്ലേസ് ചെയ്യണമെങ്കിൽ ഈ ബ്ലാക്ക് ബാറിൻ്റെ അടിയിൽ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, റീസൈസ് ചെയ്യാൻ Ctrl+T പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ റീസൈസിനുള്ള ഓപ്ഷൻ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷിഫ്റ്റ് പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡിലാക്കുകയാണെങ്കിൽ ആ ഒരു സൈഡിൽ നിന്ന് സ്കെയിലായി പോവും. അല്ല നിങ്ങൾക്ക് ടോട്ടലായിട്ട് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റും ഓൾട്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 4 കോർണറിൽ നിന്നും ഇങ്ങനെ സ്കെയിലായിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കെയിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഐക്കോണിക് കാർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഇങ്ങനെ ട്രോളാനായിട്ട് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പേരുണ്ട് കേട്ടോ, പേരിൻ്റെ കാര്യം പറയാൻ മറന്നു. പേര് നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം എൻ്റെ പേരടിക്കാം, മാധവ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ പേരുമായി. ഇതിപ്പോൾ എങ്ങനെ സേവ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫയലിൽ പോവുക,
സേവ് ആസ് കൊടുക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ കൊടുക്കാം. നമുക്കിപ്പോൾ ഈ പെസ് കാർഡിൽ തന്നെ കൊടുക്കാം. ഈ PSD ഫോർമാറ്റ് മാറ്റി നമ്മൾ JPEG ആക്കണം, JPEG ആ ഒരു ഫോർമാറ്റ്. എന്നിട്ട് പേര് കൊടുക്കുക. ഇപ്പോൾ നെയ്മർ കാർഡ് എന്ന് കൊടുത്ത് സേവ് കൊടുത്ത് നമ്മൾ ലാർജ് ഫയൽ തന്നെ ആയിക്കോട്ടെ, ലാർജ് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ഇവിടെ എത്തിയിട്ടുണ്ടാവും. കണ്ടില്ലേ, നമ്മുടെ കാർഡ് ഇവിടെ എത്തി, സെറ്റ് കാർഡ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.